ബ്രേക്ക് സപ്ര. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ലെസൺ 13 എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സിറിയക് ലാംഗ്വേജ് എന്ന പാഠഭാഗമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. സുറിയാനി പഠനത്തിൽ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നത് ഓർക്കുമല്ലോ. ഒന്ന് സുറിയാനി ഭാഷയുടെ വ്യാകരണമാണ്. രണ്ടാമത്തേത് സുറിയാനി ഭാഷയുടെ ഉത്ഭവവും വളർച്ചയും വികാസവുമാണ്. മൂന്നാമത്തേതായിരുന്നു സുറിയാനി ഭാഷയുടെ സാഹിത്യം എന്നുള്ളത്. അതിൽ രണ്ടാമത്തെ വിഭാഗത്തിൽ നിന്നുള്ള സുറിയാനി ഭാഷയുടെ ചരിത്രമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 80 മുതൽ 84 വരെയുള്ള ഭാഗത്ത് ഈ ചരിത്ര ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. സുറിയാനി ഭാഷയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് അറമായ ഭാഷയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ആദ്യം തന്നെ പറയേണ്ടത്. ഒരർത്ഥത്തിൽ സുറിയാനി ഭാഷ എന്നുള്ളത് അറമായ ഭാഷ തന്നെയാണ്. അറമായ ഭാഷയുടെ ഒരു ഡയലക്റ്റായി, അതായത് എദേസ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു പർട്ടിക്കുലർ ഡയലക്റ്റായിട്ട് വികാസം പ്രാപിച്ചതാണ് സുറിയാനി ഭാഷ എന്നുള്ളത്. ഫലത്തിൽ അറമായ ഭാഷ തന്നെയാണത്. ഈ അറമായ ഭാഷയെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ക്രിസ്തുവിൻ്റെ ഈശോ മിശിഹായുടെ ഭാഷ എന്ന നിലയിൽ വളരെയേറെ പരിചിതമായിരിക്കാം നിങ്ങൾക്ക്. ഈ അറമായ ഭാഷ ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഭാഷകളിലൊന്നാണ്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാംഗ്വേജസ് ഇൻ ദ വേൾഡ്. ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ BC 2000 എത്തി നിൽക്കുന്ന, അതായത് സെക്കൻഡ് മില്ലേനിയത്തോളം വരുന്ന ഒരു ചരിത്രമാണ് അറമായ ഭാഷയ്ക്കുള്ളത്. ഈ അറമായ ഭാഷ സെമിറ്റിക് ഭാഷകളുടെ ഗ്രൂപ്പിലാണത് വരുന്നത്. സെമിറ്റിക് ഫാമിലി ഗ്രൂപ്പിൽ വരുന്ന ഒരു ഭാഷയാണ് അറമായിക് എന്നുള്ളത്. ഈ സെമിറ്റിക് എന്നുള്ള പദത്തെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുമൊക്കെ മുൻപ് ക്ലാസ്സുകളിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. ഏറ്റവും പുരാതനമായ ഭാഷകളാണ് സെമിറ്റിക് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. അതിൽ അറമായിക്കിനോടൊപ്പം തന്നെ ആ ഗ്രൂപ്പിൽ വരുന്ന മറ്റ് ഭാഷകളെക്കുറിച്ച് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മറ്റ് ഭാഷകളെന്നുള്ളത് നമുക്ക് പരിചിതമായിട്ടുള്ള അറബിക് എന്ന ഭാഷയുണ്ട്. ഇന്ന് ഇസ്രായേലിൻ്റെ ഭാഷയായിട്ടുള്ള ഹീബ്രു ഉണ്ട്. അതുപോലെ എത്യോപ്പിക്, ഫിനീഷ്യൻ, അക്കാദിയൻ എന്നീ ഭാഷകളെല്ലാം ഈ സെമിറ്റിക് ഗ്രൂപ്പിൽ വരുന്നവയാണ്. ഈ അറമായ ഭാഷയ്ക്ക് എങ്ങനെയാണ് സുറിയാനി ഭാഷ അല്ലെങ്കിൽ സുറിയാനി അല്ലെങ്കിൽ സിറിയക്ക് എന്ന പേര് വന്നത് എന്ന കാര്യത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ഈ ഭാഷയുടെ സുറിയാനി ഭാഷയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്, പ്രധാനപ്പെട്ട സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കലാലയങ്ങൾ ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് ഇവിടെ ഈ ക്ലാസ്സിൽ ചുരുക്കമായി ഞാൻ പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, അറമായിക് ലാംഗ്വേജ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഈശോയുടെ മാതൃഭാഷയായിരുന്നു അറമായിക് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. ഇസ്രായേലിൻ്റെ ഭാഷ എന്നുള്ളത് ഹീബ്രു ഭാഷയായിരുന്നു. എന്നാൽ 8-ാം നൂറ്റാണ്ടിൽ BC 8-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലുമൊക്കെ ഉണ്ടായ ബാബിലോൺ വിപ്രവാസ കാലത്ത് ഇസ്രായേൽക്കാർ അസീറിയൻ സാമ്രാജ്യത്തിലേക്ക് തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും അവിടെ കാലങ്ങളോളം താമസിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവരുടെ ഹീബ്രു ഭാഷ മറന്ന് അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ട് അറമായ ഭാഷ ഉപയോഗിക്കുന്നവരായിത്തീർന്നു. പിന്നീട് അവരവിടെ നിന്ന് വിപ്രവാസ കാലം കഴിഞ്ഞ് ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ജൂദയായിലേക്ക് തിരികെ എത്തുമ്പോൾ അവരുടെ ഭാഷ എന്നുള്ളത് അറമായ ഭാഷയായി മാറിയിരുന്നു. അങ്ങനെയാണ് ഹീബ്രു ഭാഷ ഉപയോഗിച്ചിരുന്ന ഇസ്രായേലിൽ, യൂദയായിലും പാലസ്റ്റീനിലുമൊക്കെ അറമായ ഭാഷ എത്തുവാൻ കാരണമായി തീർന്നത് ഈ വിപ്രവാസ കാലത്തിലൂടെ. അങ്ങനെയാണ് 1-ാം നൂറ്റാണ്ടിൽ ഈ അറമായ ഭാഷ പാലസ്റ്റൈൻ്റെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ, ഇസ്രായേൽക്കാരുടെ ഭാഷയായിട്ട് മാറിയത്, ക്രിസ്തുവിൻ്റെ മാതൃഭാഷയായിട്ട് വരുന്നത് അതുകൊണ്ടാണ്. അറമായ ഭാഷ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈശോയുടെ ഭാഷ, ക്രിസ്തുവിൻ്റെ ഭാഷ
അറമായ ഭാഷയായിരുന്നു എന്നുമൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ഈ അറമായ ഭാഷയും സുറിയാനി ഭാഷയും തമ്മിലുള്ള ബന്ധമെന്താണ്? അറമായ ഭാഷ തന്നെയാണ് സുറിയാനി ഭാഷ എന്നതാണ് യാഥാർത്ഥ്യം. എദേസ എന്ന പ്രദേശത്തെ ഒരു അറമായിക്ക് ഡയലക്റ്റാണ് പിൽക്കാലത്ത് സുറിയാനി അല്ലെങ്കിൽ സിറിയക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ ഞാനത് വിശദീകരിച്ചു കൊള്ളാം. അപ്പോൾ അറമായ ഭാഷയുടെ ചരിത്രം തന്നെയാണ് സുറിയാനി ഭാഷയുടെ ചരിത്രം. അപ്പോൾ നമ്മൾ ഈ ഭാഷ ചരിത്രം പറയുമ്പോൾ അറമായ ഭാഷയെക്കുറിച്ച് കൂടി പറയേണ്ടതായിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഭാഷകളിലൊന്നാണ് അറമായ ഭാഷ എന്നുള്ളത്. ആ ഭാഷയുടെ ചരിത്രമെടുത്താൽ ഏതാണ്ട് സെക്കൻഡ് മില്ലേനിയത്തോളം എത്തി നിൽക്കുന്ന BC 2000-ഓളം എത്തി നിൽക്കുന്ന ഒരു ചരിത്രം സ്വന്തമായിട്ടുള്ളൊരു ഭാഷയാണ് അറമായ ഭാഷ എന്നുള്ളത്. പഴയ കാലങ്ങളിൽ ഏറ്റവും അധികം പ്രദേശങ്ങളിൽ ഏറ്റവും അധികം ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഷ. ആദ്യമായിട്ട് ലൈനിയർ ആൽഫബറ്റ് ഉപയോഗിച്ചൊരു ഭാഷ. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പ്രമുഖമായിട്ടുള്ള പ്രാമുഖ്യമുള്ളൊരു ഭാഷയായിരുന്നു അറമായിക്ക്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാംഗ്വേജസ് ഇൻ ദ വേൾഡ്. സെമിറ്റിക് ഭാഷാ ഗ്രൂപ്പിലാണ് ഈ അറമായിക്ക് ഭാഷ ഉൾപ്പെടുന്നത്. അതിലുള്ള മറ്റ് ഭാഷകളെപ്പറ്റി നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഇന്നും പ്രാബല്യത്തിലുള്ള അറബി എന്ന ഭാഷയുണ്ട്. അതുപോലെ ഇസ്രായേലിൻ്റെ ഭാഷയായ ഹീബ്രു, അതൊക്കെ സെമിറ്റിക് ഭാഷകളിൽ പെടുന്നവയാണ്. അതുകൂടാതെ ഫെനീഷ്യനുണ്ട്, അക്കാദിയൻ, എത്യോപ്പിക് തുടങ്ങിയ ഭാഷകളുമൊക്കെ ഈ സെമിറ്റിക് ഗ്രൂപ്പിൽ പെടുന്ന ഭാഷകളാണ്. ഇതൊക്കെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഭാഷകളാണ്. അതിൽ തന്നെ പഴയകാലത്ത് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിച്ചിരുന്നതും ഏറ്റവും അധികം പ്രാധാന്യമുണ്ടായിരുന്നതുമായൊരു ഭാഷ അറമായ ഭാഷയായിരുന്നു. ഈ അറമായ ഭാഷ ഇസ്രായേലിൻ്റെ ഭാഷയായിട്ട് മാറുന്നത്, ഇവിടെ നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം കൊടുത്തിരിക്കുന്നൊരു കാര്യമുണ്ട്. ഇത് നിങ്ങൾ ആ സ്ക്രീനിൽ നോക്കുക. അറമായിക് ലാംഗ്വേജ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ സുറിയാനി ഭാഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ അറമായ ഭാഷയുടെ ചരിത്രം കൂടി നമ്മൾ ചുരുക്കത്തിൽ ഒന്ന് കാണുകയാണ്. അപ്പോൾ അവിടെ 1-ാം നൂറ്റാണ്ടിൽ പാലസ്റ്റൈൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഷയായിട്ട് അറമായിക്ക് കടന്നു വരുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഭാഷ അല്ലെങ്കിൽ പാലസ്റ്റൈൻ്റെ ഭാഷ എന്നുള്ള ഹീബ്രു ഭാഷയായിരുന്നു. എങ്ങനെയാണ് അറമായ ഭാഷ അവിടേക്ക് കടന്നു വന്നത്? ഒരു ചരിത്രമാണ്. BC 8-ാം നൂറ്റാണ്ടിലും അതുപോലെ 7-ാം നൂറ്റാണ്ടിലും ഉണ്ടായ 2 വിപ്രവാസത്തിലൂടെ, അതായത് ഇസ്രായേൽക്കാരെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി അസീറിയയിൽ താമസിപ്പിച്ചൊരു കാലഘട്ടമുണ്ട്. ബാബിലോണിയയിൽ വിപ്രവാസകാലം നയിച്ചൊരു കാലഘട്ടമുണ്ട്. അങ്ങനെ 2 വിപ്രവാസ കാലഘട്ടത്തിലൂടെ ഇസ്രായേലിലെ ആളുകൾ അസീറിയൻ സാമ്രാജ്യത്തിലും ബാബിലോണിയൻ രാജ്യത്തിലും അവർ വസിക്കേണ്ടതായി വന്നു. ഈ 2 പ്രദേശങ്ങളിലെയും ഭാഷ അന്നത്തെ കാലത്ത് അറമായ ഭാഷയായിരുന്നു. അപ്പോൾ കാലങ്ങളോളം, കുറച്ച് വർഷങ്ങളല്ല, ഏതാണ്ട് 100 വർഷത്തോളം അടുത്ത് വരുന്ന ഈ വിപ്രവാസ കാലത്ത് ഇവരുടെ സ്വന്തമായ ഹീബ്രു ഭാഷ ഇവർക്ക് നഷ്ടമാവുകയും അറമായ ഭാഷ സംസാരിക്കുന്നവരായിട്ട് ഇവർ മാറുകയും ചെയ്തു. അങ്ങനെ വിപ്രവാസ കാലത്തിന് ശേഷം തങ്ങളുടെ നാട്ടിലേക്ക് അവർ തിരികെ വരുമ്പോൾ അവരുടെ സ്വന്തം ഭാഷ അവർക്ക് നഷ്ടപ്പെട്ട് ഈ അറമായ ഭാഷ ഉപയോഗിക്കുന്നവരായിട്ട് അവർ മാറിയിരുന്നു. അങ്ങനെയാണ് 1-ാം നൂറ്റാണ്ടിൽ പാലസ്റ്റൈനിൽ അല്ലെങ്കിൽ ഇസ്രായേലിലെങ്ങും അറമായ ഭാഷ പ്രചാരത്തിൽ അല്ലെങ്കിൽ ഉപയോഗത്തിലിരിക്കുവാനുള്ള കാരണം. അപ്പോൾ ഈ 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിൻ്റെ മാതൃഭാഷയായിട്ട് അറമായിക്ക് വരുന്നതിൻ്റെ പിന്നിലെ കാര്യം ഇതാണ്. ആ കാലഘട്ടത്തിൽ, അതായത് 1-ാം നൂറ്റാണ്ടിലെ അറമായിക്കിനെ കുറിച്ച് പറയുമ്പോൾ അറമായിക്ക് വാസ് ദ ലിറ്റററി ആസ് വെൽ ആസ് സ്പോക്കൺ ലാംഗ്വേജ് അറ്റ് ദ ടൈം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കാലത്ത് അതൊരു സംസാര ഭാഷ എന്ന് മാത്രമല്ല, ഒരു സാഹിത്യ ഭാഷയായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അറമായ ഭാഷയെപ്പറ്റി കൂടുതൽ അറിയുന്നത്? ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട അറമായ ഭാഷയിൽ എഴുതപ്പെട്ട കൃതികളിലൂടെ, കൂടുതലും ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട കൃതികളാണെങ്കിലും അത് അങ്ങനെ അല്ലാത്ത ഒരു കൃതി കൂടി, ദ ജൂവിഷ് വാർ, ഒരു ചരിത്ര നോവലാണ്. ഫ്ലാവിയൂസ് ജോസഫ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരൻ എഴുതിയ ജൂവിഷ് വാർ എന്ന ഒരു ചരിത്ര നോവലുണ്ട്. അത് പൂർണ്ണമായും അറമായ ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകവുമൊക്കെ അറമായ ഭാഷയുടെ സാഹിത്യ ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ സാഹിത്യ പ്രാധാന്യത്തെ പരിചയപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈശോ
തൻ്റെ സുവിശേഷം, ക്രിസ്തു തൻ്റെ സുവിശേഷം പ്രഘോഷിച്ച ഭാഷ എന്നുള്ളത് അറമായ ഭാഷയിലായിരുന്നു. അതുകൊണ്ടാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നൊരു സിനിമ അടുത്ത കാലത്ത് ഇറങ്ങിയപ്പോൾ അതിൻ്റെ സംവിധായകൻ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്നുള്ളത് ഈ അറമായ ഭാഷയാണ്. അറമായ ഭാഷയിൽ അതിലെ ഇസ്രായേൽക്കാർ യഹൂദര് സംസാരിക്കുന്നത് അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ അതേ ഭാഷയിൽ തന്നെ ചിത്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അറമായ ഭാഷ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സുവിശേഷം എഴുതപ്പെട്ടപ്പോൾ ആദ്യത്തെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അറമായ ഭാഷയിലാണ് എഴുതപ്പെട്ടത്. കാരണം ആ സുവിശേഷം യഹൂദർക്ക് വേണ്ടി, ഇസ്രായേലിലെ യഹൂദർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ യഹൂദ ക്രൈസ്തവർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. അവർക്ക് മനസ്സിലാകുവാൻ വേണ്ടിയാണ് അറമായ ഭാഷയിൽ തന്നെ എഴുതപ്പെട്ടത്. ഒരു സുവിശേഷം പൂർണ്ണമായും അറമായ ഭാഷയിലാണ് എഴുതപ്പെട്ടത്. മറ്റ് സുവിശേഷകന്മാർ ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയതെങ്കിലും അതിലെ വാക്കുകളും അതുപോലെ ചില സെൻറ്റൻസസും ഒക്കെ അറമായ ഭാഷയിൽ തന്നെ ആ ബൈബിളിൽ നിലനിർത്തിയിട്ടുണ്ട്. അപ്പം മലയാളം ബൈബിളിലാണെങ്കിൽ പോലും ഈ സുറിയാനി പദങ്ങൾ അത് അതേപടി അടുത്ത കാലം വരെ നിലനിർത്തിയിരുന്നു. ഉദാഹരണത്തിന് ത്ലീസാക്കു, ബാലികെ എഴുന്നേൽക്കൂ, അവിടെ ഇപ്പോഴും ആ വാക്ക് സുറിയാനി അറമായ വാക്ക് അവിടെ നിലനിർത്തിയിട്ടുണ്ട് മലയാളം ബൈബിളിൽ പോലും. അതുപോലെ എസ്പസാഹ്, തുറക്കപ്പെടട്ടെ എന്നുള്ള കേൾവി ഇല്ലാത്ത ആളിൻ്റെ കേൾവി കൊടുത്തുകൊണ്ട് ക്രിസ്തു പറയുന്ന വാക്കാണ് എസ്പസാഹ്, അവൻ്റെ ചെവികൾ തുറക്കപ്പെടട്ടെ എന്ന് പറയുന്ന കാര്യം. അതുപോലെ കുരിശിൽ കടന്നുകൊണ്ട് ക്രിസ്തു പറഞ്ഞ വാക്ക് ഏൽ ഏൽ ലുമാസ് ബക്താൻ, മൈ ഗോഡ് വൈ ഹാവ് യു ഫോർസേക്കൺ മീ, എൻ്റെ കർത്താവേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഈ വാക്ക് അറമായ വാക്ക് അതേപടി തന്നെ മലയാളം ബൈബിളിലൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. ഗ്രീക്ക് ബൈബിളിൽ ഉണ്ടായിരുന്നതിൻ്റെ അത് പിന്തുടർന്നതാണ്. ഗ്രീക്ക് ബൈബിളിൽ ഈ വാക്കുകളൊക്കെ അറമായ ഭാഷയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പേരുകളുണ്ട്. തോമ, മർത്ത, അബ്ബ, റാക്ക, ഗേഹന്ന, റബ്ബി, ബർജോന, ബറാബാസ് തുടങ്ങിയ പദങ്ങൾ ഇതൊക്കെ അറമായ വാക്കുകളാണ്. ഇതൊക്കെ ഗ്രീക്ക് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് 1-ാം നൂറ്റാണ്ടിൽ അറമായ ഭാഷ എത്രമാത്രം ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് വരാം. ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സിറിയക്. ഇനി സുറിയാനി ഭാഷയുടെ ഉത്ഭവത്തെ പറ്റിയും വളർച്ചയെക്കുറിച്ചുമാണ്. നമ്മൾ അറമായ ഭാഷ തന്നെയാണ് സുറിയാനി എന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് അതിന് സിറിയക്ക് അല്ലെങ്കിൽ സുറിയാനി എന്ന പേര് വരുന്നത്? ഈ അറമായ ഭാഷ യദേസ എന്ന് പറയുന്ന വലിയൊരു പ്രദേശത്തിൻ്റെ ഭാഷയായിരുന്നു. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരുന്ന ഒരു ഡയലക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഡയലക്റ്റുകൾക്ക് വ്യത്യാസങ്ങളുണ്ടാകുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ യദേസായിൽ ഉപയോഗിച്ചിരുന്ന ഡയലക്റ്റ് പിൽക്കാലത്ത് മെസപ്പൊട്ടാമിയൻ പ്രദേശത്തിൻ്റെ മുഴുവൻ ഭാഷയായിട്ട് അല്ലെങ്കിൽ ഡയലക്റ്റായിട്ട് മാറുന്നുണ്ട്. ആ പർട്ടിക്കുലർ അറമായ ഡയലക്റ്റ് പിന്നീടത് അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മെസപ്പൊട്ടാമിയ മാറിക്കഴിഞ്ഞപ്പോൾ അസീറിയൻ സാമ്രാജ്യത്തിൽ ഉപയോഗിച്ചിരുന്ന പിക്ടോഗ്രാഫി അല്ലെങ്കിൽ പിക്ചേഴ്സും ചിഹ്നങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന രീതി മാറിയിട്ട് അവർ ഈ രീതി അറമായ ഭാഷ, ലൈനിയർ ആൽഫബറ്റ് ഉപയോഗിക്കുന്ന അറമായ ഭാഷയുടെ എളുപ്പം, അത് ഉപയോഗിക്കാനുള്ള സൗകര്യമൊക്കെ മനസ്സിലാക്കി അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഷയാക്കി അത് മാറ്റുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ ഭാഷയായിട്ട് കാലക്രമത്തിൽ അറമായിക്ക് മാറുന്നുണ്ട്. അതാണ് പിൽക്കാലത്ത് അസീറിക്ക് എന്ന പേരിൽ അറിയപ്പെട്ടു. അസീറിയൻസ് എന്ന പേരിലും ഈ ഭാഷ ഉപയോഗിക്കുന്നവർ അറിയപ്പെട്ടു. അസീറിയൻ. ആ വാക്ക് ലോപിച്ചാണ് അറമായ എന്ന വാക്ക് മാറി അവിടെ സിറിയൻസ് എന്നും സിറിയക് എന്നും എന്ന പേരിലേക്ക് വരുന്നത്. ഈ അസീറിയയിൽ വ്യാപിച്ച അല്ലെങ്കിൽ പ്രചരിച്ച അറമായ എന്ന നിലയിലാണ് ഈ പേരിലേക്ക് വരുന്നത്. അങ്ങനെ അറമായ ഭാഷ സുറിയാനി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് അസീറിയൻ സാമ്രാജ്യത്തിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിലേക്കും ഈ ഭാഷ വളരുന്നുണ്ട്. 5-ാം നൂറ്റാണ്ട് AD 5-ാം നൂറ്റാണ്ട് തൊട്ട് 7-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു കാലഘട്ടം സുറിയാനി ഭാഷയുടെ ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടമാണ്. ഏറ്റവും വിഖ്യാതരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരും ഒട്ടേറെ സാഹിത്യ കൃതികളുമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് AD 5-ാം നൂറ്റാണ്ട് തൊട്ട് 7-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. ഇനി നമുക്ക് അടുത്ത ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചരിത്രത്തിലെ ഈ ഭാഷയുടെ വളർച്ചയ്ക്ക് സഹായിച്ച
കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സ്ക്രീനിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഷോർട്ട് നോട്ട് 3-ൽ 2 സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ് വിച്ച് ഹെൽപ്ഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സിറിയക്. സുറിയാനി ഭാഷയുടെ വളർച്ചയ്ക്ക് സഹായിച്ച 2 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. നമ്മളൊരു പഴയ കാലഘട്ടത്തിൽ ഇന്നത്തേതുപോലുള്ള പഠന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്നുണ്ടായിരുന്നത് പ്രമുഖമായിട്ടുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളിലൊക്കെ കലാലയങ്ങൾ, സ്കൂൾ ഓഫ് എദേസ, സ്കൂൾ ഓഫ് നിസീബിസ്, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അതായത് ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന സുപ്രധാനമായിട്ടുള്ള കലാലയങ്ങളാണ്. ഇന്നത്തേതുപോലുള്ള വർത്തമാനമായ തോതിലുള്ള കലാലയങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. ചില കേന്ദ്രങ്ങളിലൊക്കെ മാത്രമാണ് ഉണ്ടായിരുന്നത്. പഠിക്കുവാൻ, അറിവ് നേടുവാൻ അത്രമേൽ ആഗ്രഹമുണ്ടായിരുന്നവർക്ക് മാത്രമാണ് അന്ന് സൗകര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള 2 പഠന കേന്ദ്രങ്ങളായിരുന്നു ദ സ്കൂൾ ഓഫ് എദേസ ആൻഡ് ദ സ്കൂൾ ഓഫ് നിസീബിസ്. ഈ 2 സ്ഥലങ്ങൾക്ക് വലിയ പ്രാധാന്യം സുറിയാനി ഭാഷയുടെ വളർച്ചയ്ക്ക് പിന്നിലുണ്ട്. ഈ 2 സെൻറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് സുറിയാനി ഭാഷ ആ കാലഘട്ടത്തിൽ, അതായത് ആദ്യ നൂറ്റാണ്ട്, ഒരു 1-ാം നൂറ്റാണ്ട് തൊട്ട് 10-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രമെടുത്താൽ ഈ 2 സ്കൂളിന്, എദേസൻ സ്കൂളിനും നിസീബിയൻ സ്കൂളിനും സുറിയാനി ഭാഷയുടെ ചരിത്രത്തിൽ വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. വലിയ സംഭാവനകൾ ഈ സ്കൂള് നൽകിയിട്ടുണ്ട്. അപ്പോൾ സുറിയാനി ഭാഷയുടെ ദ ഡെവലപ്മെൻറ്റ് ഇൻ ദ സിറിയക് ലാംഗ്വേജ് വാസ് ഇനീഷ്യേറ്റഡ് ആൻഡ് ഫോസ്റ്റേർഡ് ബൈ 2 സെൻറ്റേഴ്സ് ഓഫ് തോട്ട്, എദേസ ആൻഡ് നിസീബിസ്. ഈ എദേസ എന്ന് പറഞ്ഞത് അന്നത്തെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു, ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു എദേസ എന്ന് പറയുന്നത്. ഈ എദേസ എന്നുള്ളത് പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്ന എദേസയിലേക്ക് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൽ അതേ കാലഘട്ടത്തിൽ, അതായത് ഒരു 4-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ അവിടെ സാപ്പോർ ട്യൂബിൻ്റെ കീഴിൽ, സാപ്പോർ എന്ന ചക്രവർത്തിയാണ് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധിപനായിരുന്നത്. ആ കാലഘട്ടത്തിൽ വലിയ മതപീഡനമുണ്ടായി. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ ജനങ്ങൾ പീഡിപ്പിക്കപ്പെട്ടൊരു കാലമുണ്ടായപ്പോൾ അവിടെയുണ്ടായിരുന്ന ആളുകൾ ജീവരക്ഷാർത്ഥം ഈ ഈസ്റ്റേൺ റോമൻ എംപയറിലുള്ള എദേസയിലേക്കാണ് പലായനം ചെയ്തത്. അപ്പോൾ അവരിൽ ഒരാളായിരുന്നു സെൻ്റ് എഫ്രേം. സുറിയാനി പണ്ഡിതനായിരുന്ന, സാഹിത്യകാരനായിരുന്ന സെൻ്റ് എഫ്രേമിൻ്റെ നേതൃത്വത്തിൽ ഈ എദേസയിൽ താമസമർപ്പിച്ച സുറിയാനി ഭാഷ അറിയാവുന്നവർ അവിടെ ഒരു കലാലയം വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. സെൻ്റ് എഫ്രേം അവിടെ ഒരു കലാലയം ആരംഭിക്കുകയാണ്, എദേസൻ സ്കൂൾ. ദ സ്കൂൾ ഓഫ് എദേസ എന്ന പേരിൽ ഒരു സുറിയാനി പഠന കേന്ദ്രം അവിടെ ആരംഭിക്കപ്പെട്ടു. അദ്ദേഹമായിരുന്നു, സെൻ്റ് എഫ്രേം ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ റെക്ടർ. ഏതാണ്ടൊരു 5-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഈ കലാലയം അടയ്ക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. റോമൻ ചക്രവർത്തിയുടെ അപ്രീതിക്കിടയായതിനെ തുടർന്ന് ഈ കലാലയം അടയ്ക്കപ്പെടുന്നു. അവിടെയുണ്ടായിരുന്ന ആളുകൾ, സുറിയാനി പണ്ഡിതന്മാരെല്ലാം, ഏതാണ്ട് 6-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലാണ് നർസായി എന്നൊരു പണ്ഡിതൻ്റെ നേതൃത്വത്തിൽ ഈ റോമൻ എംപയറിൻ്റെ പുറത്തുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ള നിസീബിസ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അവർ പോവുകയും അവിടെ ഒരു കലാലയം ആരംഭിക്കുകയും ചെയ്തു. സ്കൂൾ ഓഫ് നിസീബിസ് എന്ന പേര് പ്രശസ്തമായിട്ട് തീർന്നു. നർസായി എന്ന സുറിയാനി പണ്ഡിതനാണ് അതിൻ്റെ റെക്ടറായി, അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ സ്ഥാപകൻ അദ്ദേഹമായിരുന്നു. അതിൻ്റെ റെക്ടർ, വളരെയേറെ കാലം റെക്ടറായിരുന്നതും നർസായിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ സുറിയാനി ഭാഷയുമായി ബന്ധപ്പെട്ട പഠനങ്ങളും അതുപോലെ തന്നെ ഭാഷയുടെ വികാസവുമൊക്കെ തുടർന്ന് നടക്കുന്നത് ഈ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ എദേസയിൽ ആരംഭിച്ച സുറിയാനി ഭാഷയുടെ ചരിത്രം നിസീബിസിലൂടെ തുടരുന്നു. വീണ്ടും ഈ നിസീബിസിൽ തുടരുന്നുണ്ടെങ്കിലും വീണ്ടും എദേസയിൽ ഈ സ്കൂൾ വീണ്ടും ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ നിസീബിസിൽ വളർച്ച പ്രാപിച്ച സിറിയക്ക് അത് പൗരസ്ത്യ സുറിയാനി ഭാഷയായിട്ട് അത് വളരുന്നു. പിന്നീട് എദേസയിൽ വികാസം പ്രാപിക്കുന്ന ഡയലക്റ്റ് അത് വെസ്റ്റ് സിറിയക്ക് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വെസ്റ്റ് സിറിയക്ക് എദേസയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു 9-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് വരുന്നത്. എന്നാൽ ഈസ്റ്റ് സിറിയക്ക് 3-ാം നൂറ്റാണ്ടോടുകൂടി അതിൻ്റെ വളർച്ചയുടെ തുടക്കമിട്ട്
7-ാം നൂറ്റാണ്ടോടുകൂടി അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നെസീബസുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഈസ്റ്റ് സിറിയക്ക് എരേസയുമായിട്ട് ബന്ധപ്പെട്ട് വളർന്നു വികാസം പ്രാപിച്ച വെസ്റ്റ് സിറിയക്ക് എന്നീ 2 ഡയലക്റ്റുകളായിട്ട് സുറിയാനി ഭാഷ വളർന്നു. അത് 2 കലാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 2 ഡയലക്റ്റുകളുടെയും വളർച്ചയും വികാസവും നടക്കുന്നത്. ഇപ്പോൾ ആ സ്ക്രീനിൽ ഒരു ചിത്രം, ഒരു മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ ആ വെള്ള നിറത്തിൽ കൊടുത്തിരിക്കുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ചിത്രമാണ്. സാപ്പോർ ടൂവിൻ്റെ കീഴിലുണ്ടായിരുന്ന പേർഷ്യൻ സാമ്രാജ്യം, 4-ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ചിത്രമാണ്. അതിൻ്റെ പുറത്ത് കാണുന്നത് റോമൻ സാമ്രാജ്യവുമാണ്. അപ്പോൾ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൽ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എദേസ എന്ന് പറയുന്ന സ്ഥലം, അൽ നെസീബിസ് എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ്. അതിൻ്റെ പുറത്ത്, ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പുറത്ത് നെസീബിസിന് അടുത്തായിട്ട് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ എദേസ എന്ന് പറയുന്ന സ്ഥലവും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ 2 സാമ്രാജ്യങ്ങളിലായിട്ടാണ് ഈ 2 സാംസ്കാരിക കേന്ദ്രങ്ങൾ, സുറിയാനി സാംസ്കാരിക കേന്ദ്രങ്ങൾ നിലവിലുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് വരാം. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഈസ്റ്റ് സിറിയക് ആൻഡ് വെസ്റ്റ് സിറിയക് സ്ക്രിപ്റ്റ്സ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഈസ്റ്റ് സിറിയക്ക് വെസ്റ്റ് സിറിയക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് പിൽക്കാലത്ത് ഉണ്ടായ ഒരു വളർച്ചയുടെ ഭാഗമാണ്. ഡയലക്റ്റ് 2 ഡയലക്റ്റുകളായിട്ട് മാറി. എന്നാൽ ആദ്യം ഉപയോഗിച്ചിരുന്ന ഡയലക്റ്റ് ഏതായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഇതിനോടടുത്ത് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഉപയോഗിച്ചിരുന്ന ദ മോസ്റ്റ് ഏൻഷ്യൻ്റ് ഫോം ഓഫ് അറമായിക് സ്ക്രിപ്റ്റ് എന്നുള്ളത് അത് എസ്ട്രാങ്ങല എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ക്രിപ്റ്റാണ്. അതാണ് ഏറ്റവും പുരാതനമായിട്ടുള്ള അറമായ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എസ്ട്രാങ്ങല എന്ന സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് സിറിയക്ക് വെസ്റ്റ് സിറിയക്ക് ഇതൊക്കെ രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റ് എന്നുള്ളത് എസ്ട്രാങ്ങല എന്ന സ്ക്രിപ്റ്റാണ്. ഈ എസ്ട്രാങ്ങല എന്ന വാക്ക് 2 വാക്കുകളുടെ ഒരു മിശ്രിതമാണ്. ഇറ്റ്സ് എ കോമ്പോസിറ്റ് ഓഫ് 2 വേർഡ്സ്, സിട്രും ആൻഡ് ഇൻജിൽ. സിട്രും എന്ന വാക്കിന് ക്യാരക്ടർ എന്നാണ് അർത്ഥം, ലെറ്റേഴ്സ് എന്നർത്ഥമുള്ള വാക്കാണ്. ഇൻജിൽ എന്ന് പറഞ്ഞാൽ ഗോസ്പൽ എന്നാണ്. അപ്പോൾ ഗോസ്പൽ ക്യാരക്ടേഴ്സ് എന്നാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പേര് ഈ സ്ക്രിപ്റ്റിന് വരാൻ കാരണം, എസ്ട്രാങ്ങല എന്ന പേര് വരാൻ കാരണം ഒരു കാരണം കൊണ്ടാണ്. ഇത് സുവിശേഷം എഴുതുവാൻ, ബൈബിൾ എഴുതുവാൻ ഉപയോഗിച്ച സ്ക്രിപ്റ്റ് എന്ന നിലയ്ക്കാണ് ഇതിന് എസ്ട്രാങ്ങല എന്ന പേര് വരുവാനുള്ള കാരണം. അപ്പോൾ ഈ എസ്ട്രാങ്ങല സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, ഈ സ്ക്രിപ്റ്റിന് വവ്വൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വവ്വൽസ് ഉപയോഗിക്കുന്ന രീതി ഇല്ലായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, അപ്പോൾ എങ്ങനെയാണ് ഇത് വായിച്ചിരുന്നത്, എങ്ങനെയാണിത് മനസ്സിലാക്കിയിരുന്നത്? അപ്പോൾ വേർഡ്സ് വെർ പ്രൊനൗൺസ്ഡ് അക്കോർഡിംഗ് ടു ദ മീനിങ് ആൻഡ് സർക്കംസ്റ്റാൻസസ്. അന്നത്തെ കാലത്ത് ഇത് ഉച്ചരിക്കുവാനുള്ള രീതി എന്തായിരുന്നു? വാക്കിൻ്റെ അർത്ഥവും അതുപോലെ അതിൻ്റെ ഒരു സാഹചര്യവുമൊക്കെ അനുസരിച്ച് ഉച്ചരിക്കുന്ന ഒരു രീതിയാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അതായത് കൃത്യമായൊരു പ്രൊനൗൺസിയേഷൻ അന്ന് സാധ്യമായിരുന്നില്ല. അപ്പോൾ അതും ഒരു കാരണമായി തീർന്നിട്ടുണ്ട് ഈസ്റ്റ് സിറിയക്കും വെസ്റ്റ് സിറിയക്കും ഒക്കെ രൂപം പ്രാപിക്കുവാൻ. ഈ ഒരു കുറവ് അതും കാരണമായിട്ടുണ്ട്. അതായത് കൃത്യമായൊരു പ്രൊനൗൺസിയേഷൻ സാധ്യമായിരുന്നില്ല എസ്ട്രാങ്ങല സ്ക്രിപ്റ്റിന്. അപ്പോൾ ഈസ്റ്റ് സിറിയക്കും വെസ്റ്റ് സിറിയക്കും ഒക്കെ വികാസം പ്രാപിച്ചതോടുകൂടി ഈ എസ്ട്രാങ്ങല സ്ക്രിപ്റ്റ് ഇന്ന് ഉപയോഗത്തിലില്ല. ഇന്നത് ഉപയോഗിക്കുന്നുണ്ട്. അത് ആസ് എ ഓർണമെൻ്റൽ സ്ക്രിപ്റ്റ്, ഒരു അലങ്കാര ഭാഷയായിട്ട് പുസ്തകങ്ങളുടെ ടൈറ്റിലൊക്കെ കൊടുക്കുവാൻ, ഹെഡിങ് ഒക്കെ കൊടുക്കുവാൻ വേണ്ടി ഇന്ന് സുറിയാനി കൃതികളിലുമൊക്കെ എസ്ട്രാങ്ങല സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓർണമെൻ്റൽ സ്ക്രിപ്റ്റായിട്ട് മാത്രമേ ഇന്ന് എസ്ട്രാങ്ങല ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈസ്റ്റ് സിറിയക്ക് വെസ്റ്റ് സിറിയക്ക് എന്നീ 2 സ്ക്രിപ്റ്റുകളാണ് ഉപയോഗിച്ച് വരുന്നത്. ഈസ്റ്റ് സിറിയക്ക് ആൻഡ് വെസ്റ്റ് സിറിയക്ക് ആർ 2 dialects of Estrangala originated due to the division of territories where Syriac was a living language, as eastern part under the dominion of the Persian Sassanids up to 7th century. സ്ക്രീനിൽ നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആൻഡ് വെസ്റ്റേൺ പാർട്ട് ഡോമിനേറ്റഡ് ബൈ എംപറേഴ്സ് ഓഫ് ഗ്രീക്ക് ബൈസൻറ്റയം. ഇപ്പോൾ അതാണ് അതിന് കാരണമായിട്ട് പറയുന്ന കാര്യം. പേർഷ്യൻ സാമ്രാജ്യത്തിലും പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിലുമായിട്ട്
ഈ സുറിയാനി സംസാരിക്കുന്ന ആളുകൾ വിഭജിതമായി പോയിരുന്നു. രണ്ട് പ്രദേശത്തുള്ളവർ വ്യത്യസ്തമായ രീതിയിൽ ഇതിൻ്റെ ഡയലക്റ്റുകളെ രൂപപ്പെടുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈസ്റ്റ് സിറിയക്ക്, വെസ്റ്റ് സിറിയക്ക് എന്നീ രണ്ട് ഡയലക്റ്റുകൾ രൂപപ്പെടുവാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ്. ഈസ്റ്റ് സിറിയക്ക് ആൻഡ് വെസ്റ്റ് സിറിയക്ക്, പൗരസ്ത്യ സുറിയാനി, പാശ്ചാത്യ സുറിയാനി, ഈ രണ്ട് ലിപികൾ അത് രണ്ട് വ്യത്യസ്ത ഭാഷകളല്ല, ഒരു ഭാഷയുടെ രണ്ട് ലിപികൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. ഒരേ സാഹിത്യമാണ് ഇവയ്ക്കുള്ളത്. അതുപോലെ തന്നെ ഒരേ വൊക്കാബുലറി, ഗ്രാമർ, അതായത് ഗ്രാമർ, വൊക്കാബുലറി, ലിറ്ററേച്ചർ, ഈ കാര്യത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് രണ്ട് ഡയലക്റ്റുകൾക്കും ഒരേ സാഹിത്യം തന്നെയാണുള്ളത്, ഒരേ വാക്കുകൾ തന്നെയാണുള്ളത്, ഒരേ വ്യാകരണം തന്നെയാണ് ഉള്ളത്. എന്നാൽ ചില കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ സ്ക്രിപ്റ്റ് ലെറ്റേഴ്സ് എഴുതുന്ന രീതിക്ക്, അതുപോലെ തന്നെ വവ്വൽ സിസ്റ്റത്തിന് വ്യത്യാസമുണ്ട്. പൗരസ്ത്യ സുറിയാനിയിൽ ഡോട്ട് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഗ്രീക്ക് ലെറ്റേഴ്സ് ഉപയോഗിക്കുന്ന രീതിയാണ് വെസ്റ്റ് സിറിയക്കിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊനൗൺസിയേഷനിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ രണ്ട് ഡയലക്റ്റുകൾ തമ്മിൽ സ്ക്രിപ്റ്റ്, വവ്വൽ സിസ്റ്റം, പ്രൊനൗൺസിയേഷൻ, ഈ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ഇത് ഒരു ഭാഷയുടെ തന്നെ രണ്ട് വ്യത്യസ്ത ലിപികളാണ്, ഒരേ ഭാഷയുടെ തന്നെ രണ്ട് ഡയലക്റ്റുകളുമാണ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഈ പാഠഭാഗത്തിൽ ലെസൺ 13 സുറിയാനി ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ഭാഷയുടെ ചരിത്രം മനസ്സിലാക്കുവാൻ ഈ പാഠഭാഗം ഉപകരിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ പഠിച്ച ഭാഷ എപ്രകാരമാണ് ഉത്ഭവിച്ചത്, വളർന്നത് എന്നൊക്കെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. ശ്രദ്ധാപൂർവം ക്ലാസ് ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി പറയുന്നു. താങ്ക് യു.